അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടുകാരുടെ ചെലവിൽ മതം പഠിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പുരോഹിതവർ സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ ഡ്രസ്സും ധരിച്ച് വന്ന് പാവപ്പെട്ടവന്റെ മുന്നിൽ വലിയ ഹോജരാജാവായി നടക്കുന്ന പുരോഹിതവർഗം, കോയക്ക് പരിണാമം സംഭവിച്ച് ഖലീൽ ബുഖാരിയായതും സ്വയം പ്രഖ്യാപിത ഗ്രാൻഡ് മുഫ്തിയായവനും ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് പാവപ്പെട്ട അറിവില്ലാത്ത സാധാരണക്കാരെ വലിച്ചു കൊണ്ടുപോയി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് പള്ളിയിലിരിക്കേണ്ടവരെ പാടത്ത് കൊണ്ടുപോയി ഇരുത്തി നന്മ മുടക്കികളായ പുരോഹിതവർഗം ലൈലത്തുൽ ഖദറിന്റെ പുണ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത്തരം മജ്ലിസിൽ പോയിരുന്ന് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുന്ന പൗരോഹിത്യം, ഇത്തരം ദജ്ജാലുകളായ പുരോഹിത വർഗത്തിന്റെ കീഴിൽ കിതാബോധി പഠിച്ചവരാണെന്ന് അവകാശവാദം ഉന്നയിക്കും ഇത്തരത്തിലുള്ള ചില ഭക്തന്മാരായ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ മുന്നിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത് ഒന്ന് രണ്ട് ദിവസമായി കാണുന്നു. വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ജുമായിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന വിഷയത്തിൽ ഫൈസൽ മൗലവി നടത്തിയ ഒരു സംസാരത്തെ വളച്ചൊടിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ വസ്ത്രങ്ങൾ ധരിച്ചു വന്നിരുന്നു കൊണ്ട് പാവപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി അവരോട് പച്ച നുണ പറയുന്ന പുരോഹിതന്റെ ഒരു സംസാരം കേൾക്കാനിടയിൽ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ മുസ്ലിയാർക്ക് മറ്റൊരു മുസ്ലിയാരെ കൊണ്ട് ഇവിടെ മറുപടി പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജുമയുടെ ദിവസം പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമല്ല, ഞങ്ങളൊക്കെ പെരുന്നാൾ നിസ്കരിച്ചാൽ മതി. ഒന്നാലോചിച്ച് നോക്കൂ, ആദ്യമായിട്ടാണോ വെള്ളിയാഴ്ച ദിവസം പെരുന്നാൾ വരാൻ പോകുന്നത്? അല്ല 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 ഇവന് ഇവിടെ പറഞ്ഞത് എന്താണ്? ജുമയുടെ ദിവസം പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമല്ല, ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇനി തുടർന്ന് ഇവന്റെ സംസാരം പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കേൾക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര തവണ അങ്ങനെ വന്നിട്ടുണ്ട്? ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുൻഗാമികൾ എന്ത് സ്വീകരിച്ചു നിലപാട്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇങ്ങോട്ട് എത്ര കാലം ഷാഫിഈ ഇമാമും നവവി ഇമാമും മാലിക്കി ഇമാമും ഒക്കെ ജീവിച്ചിരുന്നില്ലേ? 4 മദ്ഹബിന്റെ ഇമാമികളും ജീവിച്ചിരുന്നിട്ടുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല അല്ലെ? വലിയ അറിയപ്പെട്ട ആലിമീങ്ങളോട് ഉണ്ടായിരുന്നില്ലേ? ആ ആലിമീങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ എന്ത് നിലപാട് സ്വീകരിച്ചു? അതൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പുതുതായി ഗവേഷണം ചെയ്യാം. എന്താണ് ഗവേഷണം നടത്തിയത്? നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ആക്കേതാ പൂക്കേതാന്നറിയാത്ത കുറെ മൗലവിമാരും ആടേതാ പൂടേതാന്നറിയാത്ത കുറെ അനുയായികളും. അത് നമുക്കിപ്പോ ശേഷം കാണാൻ വേണ്ടി പറ്റും. ഏതാണ് ഈ പറയുന്ന തലയിക്കിട്ട് അറിയുന്നില്ല. ഇപ്പൊ പറയാണ് ജുമാ തന്നെ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദജ്ജാലിന് വഴിയൊരുക്കലല്ലേ ഇവനല്ലേ ആ ദജ്ജാല്? നേരത്തെ ഇവൻ എന്താ പറഞ്ഞത്? ജുമയുടെ ദിവസം പെരുന്നാൾ വന്നാൽ ജുമാ നിർബന്ധമല്ല, ജുമാ നിർബന്ധമില്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പൊ ഇവൻ എന്താ പറയുന്നത്? ഇപ്പൊ പറയാണ് ജുമാ തന്നെ ഇല്ല, ജുമാ തന്നെ ഇല്ല എന്ന് പറഞ്ഞു എന്നാണ്. ഇവൻ ദജ്ജാലല്ലേ, ഇവൻ കസ്സാബല്ലേ, ഇവൻ തമ്മാടിയല്ലേ, ഇവൻ താന്തോന്നിയല്ലേ, തോന്നിവാസം പറയുന്നവനല്ലേ, പള്ളിയിലിരുന്നല്ലേ പാവപ്പെട്ട ആളുകളെ റമദാൻ മാസത്തിൽ അവരുടെ മുന്നിലാണല്ലോ ഇവൻ ഈ പാച്ച തോന്നിവാസം പറയുന്നത്, ഈ പാച്ച കളവ് പറഞ്ഞത്. ഇവൻ തൊട്ട് മുമ്പേ പറഞ്ഞ എന്താണ്? നിർബന്ധമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ജുമാ തന്നെ ഇല്ല എന്ന് പറഞ്ഞു. ഇനി ഇവനിലെ മറുപടി ഉണ്ടല്ലോ, ഫൈസൽ മൗലവി എന്താ പറഞ്ഞത് എന്ന് ഇവരുടെ കൂട്ടത്തിൽ പറഞ്ഞ മുസ്ലിം, അവനും ഇതിന്റെ വേറൊരു കോപ്പിയാണ്. എല്ലാം കാന്തഭക്തന്മാർ തന്നെയാണെന്ന് തോന്നുന്നു. ആ കോലവും ഡ്രസ്സും ഒക്കെ കാണുമ്പോൾ എന്താ ഫൈസൽ മൗലവി പറഞ്ഞതെന്ന് ആ കാന്തഭക്തരിൽ നിന്ന് കേൾക്കും. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? നേരത്തെ മറ്റോ പറഞ്ഞത് എങ്ങനെ ഇരിക്കണ്? എങ്ങനെ ഇരിക്കണ്? നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മുന്നിലിരിക്കുന്ന കുഞ്ഞാളുകളെ മൊത്തം പറ്റിക്കുക. കള്ളത്തരം പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ട ടീമാണല്ലോ. പിന്നെ ഇങ്ങനെ അല്ലാതെ മറ്റൊന്നും നമ്മൾ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ഉമ്മത്തിന്റെ ജുമുഅ നഷ്ടപ്പെടുത്തിയിട്ട് അതിലൂടെ ദജ്ജാലിന്റെ വരവിന് വഴിയൊരുക്കലല്ലേ ചെയ്യുന്നത്? ആരാ ദജ്ജാൽ? യഖൂനു ഫീ ആഖിറിസ് സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് പറഞ്ഞുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അല്ലാഹുവിന്റെ റസൂൽ ഇവരെ പറ്റി പറഞ്ഞല്ലോ, നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ദജ്ജാലിനെ കദ്ദാബിനെ കബളിപ്പിക്കുന്നവരും ധാരാളം കളവ് പറയുന്നവരാണ്, അവർ പേപ്പിക്കുന്നത് നോക്കണേന്ന്. 1 നമ്പർ ദജ്ജാൽ ഈ സഞ്ചരിക്കുന്ന റെഡിമെയ്ഡ് ഷോപ്പ് പോലെ വന്നിരിക്കുന്ന മുസ്ലിയാർ തന്നെയാണ്. നമ്മൾ വിചാരിക്കും പല വാദങ്ങളും വളരെ നിസ്സാരമാണ്, പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനങ്ങളെ മാന്താണ്. അതിന് മാന്തുന്നതാ നമ്മളെനിക്ക് കാണാൻ വേണ്ടി പോകുന്നത്. അല്ലാണ്ട് മാന്തുകയാണ്. ഫൈസൽ മൗലവി ഇങ്ങനെ ഗവേഷണം നടത്തി മാന്തി എന്തെല്ലോ ആക്കി എന്നൊക്കെയാണ് ഇവനൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇവനും മറ്റേ നരന്തോലി കണക്കത്തതും പിന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു MT ഉണ്ടല്ലോ, MTയും അങ്ങനെ കുംട്ടിയും ഒക്കെ എന്തെല്ലോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കിതാബോധി പഠിച്ചില്ല. പള്ളി ദർശനം കുരുത്തൊക്കെ കളിക്കുന്ന സമയത്ത് കിതാബോധി പഠിക്കണേ, നാട്ടുകാരെ പറ്റിച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെ ആടിപ്പാടി എരുമ കരയുന്നവണൊക്കെ കരയുന്നതിന് പകരം കിതാബോധി പഠിച്ചെങ്കിൽ ഈ കോളത്തിലാവോ? ഇല്ല. ചങ്ങാതി നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട തന്നെ കുറെ കിതാബൊക്കെ ബാക്കിൽ വെച്ചുകൊണ്ട് ഒരു ചങ്ങായി നിങ്ങൾക്ക് പറഞ്ഞു. ഇത് ഫൈസൽ മൗലവി ഗവേഷണം നടത്തിയതാണല്ലേ. എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം ലാ തജിബുൽ ജുമുഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്, പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമുഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമുഅത്തി ബിസലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമുഅ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരം ഒഴിവായി പോകും. അപ്പോൾ പിന്നെ ജുമുഅ നിസ്കരിക്കണമെന്നില്ല. വയുസല്ലൂന ളുഹറ, അവർ നിസ്കരിച്ചാൽ മതി. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്.
ഇപ്പൊ എന്താണ് നിങ്ങളെ മുസ്ലിയാർ പറഞ്ഞത്? അംബലി മദ്ഹബ് പ്രകാരം വെള്ളിയാഴ്ച പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ജുമാ നിർബന്ധമില്ല. ഫൈസൽ മൗലവിയുടെ ഗവേഷണം ഇപ്പൊ അത് ആണോ? മുജാഹിദിന്റെ ഓഫീസിലെ ഗവേഷണം ഇപ്പൊ അത് ആണോ? കുബൂരികളെ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന സമയത്ത് കിതാബോധി പഠിച്ചൂടെ? ഈ ബാലരമ കഥയും പൂമ്പാറ്റ കഥയും പറയുന്ന ലാഘവത്തോടെ കള്ളക്കഥ പറഞ്ഞ് മത്സരിക്കുന്നതിന് പകരം കിതാബോധി പഠിച്ചൂടെ? അത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുളിച്ചു നാറേണ്ടി വന്നത് സമൂഹത്തിന്റെ മുന്നിൽ. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഇതൊക്കെ വായിക്കുന്നത്. കിതാബൊക്കെ ഒന്ന് പോയി പഠിക്ക് ചങ്ങായി. വെറുതെ വന്ന് മുജാഹിദിന്റെ മെക്കിട്ട് കയറുന്നതിന് പകരം ഫൈസൽ മൗലവി പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ കാലുവായി. നാലാലൊരു മദ്ഹബ് സ്വീകരിച്ചാൽ മതി എന്നാണല്ലോ നിങ്ങളുടെ വാദം. ഓന്തിന്റെ നിറം മാറുന്നത് പോലെ ഉംറക്കും മറ്റും പോകുമ്പോൾ നിങ്ങളുടെ നിറം മാറാറുണ്ടല്ലോ, നിങ്ങളുടെ മദ്ഹബ് മാറാറുണ്ടല്ലോ. ആ പ്രകാരം നിങ്ങൾ ഈ പറയുന്ന മദ്ഹബിനെ നിങ്ങൾ തള്ളി പറയുമോ കുബൂരികളെ? വെറുതെ ജനങ്ങളെ കബളിപ്പിച്ച് പോയാൽ പോരാ, ഇതിനൊക്കെ ഒന്നും മറുപടി പറയണം.